എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്സ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന പ്ലസ് 1ലെ 9ാമത്തെ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന്റെ എക്സർസൈസ് 9.1ലെ ബാക്കി ചോദ്യം കൂടി ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. ലെറ്റ് ദി സീക്വൻസ് AN be defined as follows. AN എന്ന് പറയുന്ന സീക്വൻസിന്റെ ജനറൽ ടേം ആണ് AN. അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് as follows. ഫസ്റ്റ് ടൈം അവരെയാണ് തന്നിട്ടുണ്ട് a1 is equal to 1, an is equal to an minus 1 plus 2 എന്ന് ആണ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കേ, ആ n ന്റെ വാല്യൂ ആരെക്കാട്ടും കൂടുതലായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 1 2 ആയിരിക്കണം അല്ലെങ്കിൽ 2 നെക്കാട്ടും എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അതാണ് അവർ പറയുന്ന ആ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കേ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ 5 ടൈം കാണാൻ പറയുന്നുണ്ട്. പിന്നെ കറസ്പോണ്ടിങ് സീരീസും കൂടെ നമുക്ക് എഴുതാം. ഓക്കേ, അപ്പോൾ ആദ്യം സീക്വൻസിന്റെ ആദ്യത്തെ 5 ടൈം കാണാം, എന്നിട്ട് കറസ്പോണ്ടിങ് നമുക്ക് എന്ത് എഴുതാം? ആ സീരീസും കൂടെ എഴുതാം. ഓക്കേ, അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് a1 തന്നിട്ടുണ്ട്, എത്രയാണ്? ആ 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ടൈം നമുക്ക് എഴുതാം. സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ ഇതിനെ എത്ര ഇട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. ഇവിടെ ഇതിനെ ഇട്ട് കൊടുക്കാനുള്ള വാല്യൂ അവരെന്നെ പറയുന്നുണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഒന്നി 2 അല്ലെങ്കിൽ 2 നെക്കാളും കൂടിയ വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ സെക്കൻഡ് ടൈം a2 കണ്ടുപിടിക്കുന്നു. ഇവിടെ ഇതിനെ 2 ഇട്ട് കൊടുക്കുന്നു. a2 is equal to a2 minus 1. 2 minus 1 എല്ലാവർക്കും അറിയാലോ. എത്രയാണ് 2 minus 1 എന്ന് പറയുന്നത്? ആ 2 ന്ന് 1 കുറയ്ക്കുമ്പോൾ 1. അപ്പോൾ എത്ര? a1 plus എത്ര? 2. ഓക്കേ, a1 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 1 ആണ്. 1 plus 2 is equal to എത്ര? 3 എന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് ടൈം എത്ര കിട്ടി? 3 എന്ന് കിട്ടി. തേർഡ് ടൈം നമുക്ക് കണ്ടുപിടിക്കാം. തേർഡ് ടൈം കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 3 ഇട്ട് കൊടുക്കുക. ഇവിടെ 3 a3 is equal to 3 minus 1 2, a2 plus 2, a2 plus 2. ഓക്കേ, a2 എത്രയാണ്? തൊട്ട് മുമ്പ് കിട്ടിയ a2 എത്രയാണ്? 3 plus 2 എത്ര? 5. ഓക്കേ, അടുത്ത നമുക്ക് a4 കണ്ടുപിടിക്കുമ്പോൾ എത്ര? 4 minus 1. അപ്പോൾ എത്രയാണ്? എന്താണ്? 3. അപ്പോൾ a3 plus 2. ഓക്കേ, a3 കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര? 5 plus 2 സമം 7. ഓക്കേ, അടുത്തത് a5. ഓക്കേ, അഞ്ചാമത്തെ ടൈം കണ്ടുപിടിക്കാം. ഞാൻ 5 ടൈം കണ്ടുപിടിക്കാനുള്ളത്. 5 ൽ നിന്ന് കുറയ്ക്കുമ്പോൾ 4. a4 plus 2. ഓക്കേ, a4 plus 2. a4 തൊട്ട് നമ്മൾ കണ്ടുപിടിച്ചു. a4 എത്രയാണെന്ന്? 7 ആണെന്ന്. അപ്പോൾ 7 plus 2 is equal to 9. ഇവർ പറയുന്ന കണ്ടീഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജനറൽ ടൈം എങ്ങനെയാണെന്ന്. അപ്പോൾ ആ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ടൈം a1 a2 a3 a4 a5 അങ്ങനെ ഓരോ ടൈം നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ 5 ടൈം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ആദ്യത്തെ 5 ടൈം നമ്മൾ എഴുതാം. ഏതൊക്കെയാണ് ആദ്യത്തെ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആ സീക്വൻസിലെ ആദ്യത്തെ 5 ടൈം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 3 5 1 ഉണ്ട്. 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം 1 ആണ്. 1 3 5 7 9. ഇതാണ് ഫസ്റ്റ് 5 ടൈം. ഓക്കേ, ഫസ്റ്റ് 5 ടൈംസ് ഉണ്ട്. കറസ്പോണ്ടിങ് സീരീസ് എഴുതാൻ പറഞ്ഞു. സീരീസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ സീക്വൻസ് നമ്മൾ കോമ്പൈൻഡ് ആണ് എഴുതുന്നതെങ്കിൽ സീരീസ് എന്തായിട്ട് എഴുതണം? സം ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഈ സീക്വൻസിന്റെ സീരീസ് ഞാൻ താഴോട്ട് എഴുതുകയാണ്. സീരീസ് അപ്പൊ എത്രയാണ്? 1 plus 3 plus 5 plus 7 plus 9 plus etc. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് സീരീസ് എന്ന് പറയുന്നത്. ഓക്കേ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരവിടെ ഏതാണോ പറഞ്ഞിരിക്കുന്നത് ആ ജനറൽ ടൈം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. an എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള സീക്വൻസിന്റെ ടേം അത് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യത്തെ 5 ടൈം കണ്ടുപിടിക്കുന്നു. അവിടെ കണ്ടീഷൻ ഫസ്റ്റ് ടൈം 1 ആണ്. അപ്പോൾ പിന്നെയുള്ള 2 മുതൽ അങ്ങോട്ടുള്ള എല്ലാ ടേമിലും അവർ കോമൺ ആയിട്ട് വേറെ റിലേഷൻ പറയുന്നുണ്ട്. an is equal to an minus 1 plus 2. അപ്പോൾ a2 കണ്ടുപിടി, a1 വെച്ച് a2 കണ്ടുപിടിക്കുന്നു, a2 വെച്ച് a3, a3 വെച്ച് a4 അങ്ങനെ ഓരോ വാല്യൂ ഇവിടെ എടുത്തിട്ട് കൊടുത്താൽ മതി. നമുക്ക് 5 ടേമും കിട്ടും. ഫസ്റ്റ് 5 ടേം എത്ര ടേം ആണെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 5 ടേം കണ്ടുപിടിച്ചിട്ട് അവർ പറയുന്നു അതിന്റെ കറസ്പോണ്ടിങ് സീരീസ് എഴുതണം. സീരീസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? നമ്മൾ എഴുതിയിരിക്കുന്ന ടേമിനെ എങ്ങനെയാണ് നമ്മൾ സീക്വൻസിന്റെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് സീരീസ് ആണ്. 1 plus 3 plus 5 plus 7 plus 9 plus etc. അതാണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് എന്ന് പറയുന്നത്. ഓക്കേ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം, ലെറ്റർ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സീക്വൻസ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ പോലെ ഇതിനകത്ത് വേറൊരു രീതിയിലാണ്. a1 is equal to a2 is equal to 2. ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം 2 എന്ന് തന്നിട്ടുണ്ട്. an is equal to an minus 1 minus 1. n ന്റെ വാല്യൂ ആരെക്കാട്ടും കൂടുതലാണ്? 2 നെക്കാട്ടും കൂടുതലാകുമ്പോൾ ഈ കണ്ടീഷൻ 2 നെക്കാട്ടും കൂടുതലുള്ള ടേംസിനെല്ലാം ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് വേണം നമുക്ക് എന്ത് ചെയ്യാം? ടേം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ 5 ടൈം കണ്ടുപിടിക്കുക. പിന്നെ എന്ത് കണ്ടുപിടിക്കുക? ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് സീരീസ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈം നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ആണ്. a1 എത്രയാണ്? 2,
രണ്ടാമത്തെ ടേം അവർ തന്നെ പറയുന്നത് 2. ആദ്യത്തെ രണ്ട് ടേം 2 ആണ്. മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാം. a3 ഇവിടെ എന്നെ 3 ഇട്ട് കൊടുക്കുന്നു. 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ എത്ര a2 മൈനസ് 1. ഓക്കേ, അവിടെ അപ്പോൾ എന്നെ ഇവിടെ എന്താണ് 3 ഇട്ട് കൊടുക്കുന്നത്. എന്റെ വാല്യൂ അതിനെക്കാട്ട് കൂടുതലാണ്, 2നെക്കാട്ട് കൂടുതലുള്ളപ്പോഴാണ് ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. ഇതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2നെക്കാട്ട് കൂടുതലാകുമ്പോൾ 3 കൊടുക്കുമ്പോൾ a3 is equal to a2 minus 1. 3 എന്ന് പറയുമ്പോൾ 2 ആണ്. ഓക്കേ, a2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2 മൈനസ് 1 എത്ര 1. ഇനി നമുക്ക് a4 എന്ന് കണ്ടുപിടിക്കാം. a4 കണ്ടുപിടിക്കുമ്പോൾ എന്താണ് ഇവിടെ 4 minus 1 3 a3 minus 1 എന്നോ a3 minus 1 a3 യുടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ തൊട്ട് കണ്ടുപിടിച്ചു. a3 എന്ന് പറയുന്നത് എത്രയാണ് 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 എത്രയെന്ന് കിട്ടും 0 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തത് എത്ര അഞ്ചാമത്തെ ടൈം നമ്മൾ കണ്ടുപിടിക്കാം. അഞ്ചാമത്തെ ടൈം നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കി. അഞ്ചാമത്തെ ടൈം എന്ന് പറയുന്നത് എന്താണ് അഞ്ചാമത്തെ ഫിഫ്ത്ത് ടൈം എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുമ്പോൾ 4 a4 മൈനസ് 1. ഓക്കേ, a4 മൈനസ് 1. ഓക്കേ, ഫോർത്ത് ടൈം തന്നിട്ടുണ്ട് 0 0 മൈനസ് 1 എത്രയാണ് മൈനസ് 1. അപ്പോൾ ആദ്യത്തെ 5 ടൈം ഫസ്റ്റ് 5 ടൈം നമുക്ക് എഴുതാം. ഫസ്റ്റ് 5 term of the sequence. Okay, 5 terms of the sequence. ആദ്യത്തെ 5 sequence ന്റെ ആദ്യത്തെ 5 term നമുക്ക് അവർ പറയുന്ന കണ്ടീഷനിൽ അപ്ലൈ ചെയ്തപ്പോൾ ഏതൊക്കെ കിട്ടി? ഒന്ന് 2, അടുത്തത് 2 ആണ്, അടുത്തത് തേർഡ് ടേം 1 ആണ്, അടുത്തത് 0, അടുത്തത് മൈനസ്. ഓക്കേ, അടുത്ത കറസ്പോണ്ടിങ് സീക്വൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് എന്താ കറസ്പോണ്ടിങ് സീരീസ്. സീക്വൻസ് അല്ല, സീക്വൻസ് ഈ സീക്വൻസ് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് കൂടെ എഴുതാം. അപ്പോൾ സീരീസ് എഴുതാൻ ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതണം? അതിന്റെ സം ആയിട്ട് വേണം എന്ത് ചെയ്യാനുള്ളത് എക്സ്പ്രസ് ചെയ്യാനുള്ളത്. അപ്പോൾ എത്ര 2 പ്ലസ് അടുത്ത 2 പ്ലസ് അടുത്ത 1 പ്ലസ് 0 പ്ലസ് മൈനസ് 1 പ്ലസ് എക്സെട്ര. ഓക്കേ, അപ്പോൾ ആദ്യത്തെ 5 ടൈം നമ്മൾ കണ്ടുപിടിച്ചു. a1 a2 2 ആയിരുന്നു. 3 കൊടുത്ത് തേർഡ് ടൈം കണ്ടുപിടിച്ചു. 4 കൊടുത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആദ്യത്തെ 5 ടൈം കണ്ടുപിടിച്ചു. ആ സീക്വൻസ് എഴുതി. ആ സീക്വൻസിൽ ആദ്യത്തെ 5 ടൈം എഴുതി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് എന്തായിട്ട് സം ആയിട്ട് എഴുതുമ്പോൾ ആ ടേമിന്റെ സമ്മിന്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എന്ത് കിട്ടും? ആ സീരീസ് കിട്ടും. ഓക്കേ, അപ്പോൾ അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം. ഓക്കേ, the Fibonacci sequence. Fibonacci sequence എന്താണെന്ന് പറഞ്ഞു തരാം. ഓക്കേ, Fibonacci sequence is defined by a1 is equal to a2 is equal to 1. അതിന് വേറൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആ സീക്വൻസ് ആദ്യം എഴുതുക. അതിനകത്ത് ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം അത് വെച്ചുകൊണ്ട് താഴത്തെ രണ്ടാമത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. ഓക്കേ, എന്താണ് നമുക്കൊരു പുതിയ Fibonacci sequence എന്ന് പറയുന്നത്? Fibonacci sequence. ഓക്കേ, ഒരു പുതിയ ഒരു സീക്വൻസ് ആണ്. നിങ്ങൾക്ക് മുമ്പ് കേട്ട് കാണത്തില്ല എന്താണ് Fibonacci sequence എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് ഇതാണ് നോക്കി എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ നോക്കുക. ഓക്കേ, 2 3 5 8 ഇതാണ് Fibonacci sequence എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. നോർമലി Fibonacci sequence സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഈ 0 പ്ലസ് 1. ഓക്കേ, 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് 1 തന്നെ. ഈ 1 പ്ലസ് 1 എത്രയാണ് 2. ഈ 1 പ്ലസ് 2 3 2 പ്ലസ് 3 5 3 പ്ലസ് 5 8. ഈ കറസ്പോണ്ടിങ് നമ്പേഴ്സ് കൂട്ടി കൂട്ടി ഇങ്ങനെ എഴുതി പോകുന്ന ആ സീക്വൻസിനെ വിളിക്കുന്നത് Fibonacci sequence. അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് അവർ ഡിഫൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കേ, 0 plus 1 1 1 plus 1 2 1 plus 2 3 2 plus 3 5 3 plus 5 8. വലിയ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് മാത്രം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ട് ഇല്ല. ഓക്കേ, Fibonacci sequence എന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ചെയ്തു നോക്കാം. അത് ചെയ്തിട്ട് രണ്ട് പാർട്ടായിട്ടാണ് ആ ക്വസ്റ്റ്യൻ രണ്ട് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കേ, ആൻസർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, a1 ഉം a2 ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും എത്രയാണ് 1 തന്നെയാണ്. ഓക്കേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ടൈം കണ്ടുപിടിക്കാം. തേർഡ് ടേം. ഓക്കേ, തേർഡ് ടൈം കണ്ടുപിടിക്കുമ്പോൾ തേർഡ് ടേം a3 is equal to a3 minus 1. 3 minus 1 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്രയാണ് 3 minus 1 2 ആണ്. a2 plus 3 minus 2 എന്ന് പറയുമ്പോൾ എത്രയാണ് 1 ആണ്. അപ്പോൾ a2 plus a1. a1 എത്രയാണ് a1 ഉം 1 ആണ്. a2 എത്രയാണ് 1 ആണ്. അപ്പോൾ എത്ര 1 plus 1 എത്രയാണ് 2. അപ്പോൾ a3 നമുക്ക് കിട്ടി. ഇനി അടുത്ത നമുക്ക് a4 കണ്ടുപിടിക്കാം. a4 കണ്ടുപിടിക്കാം. a4 കണ്ടുപിടിക്കുമ്പോൾ a4 അത്ര 4 minus 1 4 minus 1 എത്രയാണ് 3 ആണ്. a3 plus അടുത്തത് 4 minus 2 4 നെ 2 കുറച്ചാൽ 2. അപ്പോൾ എത്ര a2.
A3 നമുക്ക് കുറച്ച് മുമ്പ് കിട്ടി 2 ആണെന്ന് നമുക്ക് കിട്ടി. A2 നമുക്കറിയാം 1 ആണെന്ന്. അപ്പോൾ എത്ര 3 ആണെന്ന് അറിയാം. അടുത്ത നമുക്ക് A5 നമുക്ക് എഴുതാം. A5 ഓക്കേ. A5 കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ 5 ഇട്ട് കൊടുക്കുമ്പോൾ എന്തിനാ 5 - 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ A4 പ്ലസ് എത്ര A4 പ്ലസ് അടുത്ത എത്രയായിരിക്കും എത്ര 5 - 2 എത്ര 3 ആണ്. അപ്പോൾ എത്ര A4 പ്ലസ് A3. A4 3 ആണ്. A3 എന്ന് പറഞ്ഞാൽ 2 ആണ്. 3 പ്ലസ് 2 എത്രയാണ് 5. ഇതാണ് ഫിബൊനാച്ചി സീക്വൻസ്. പോകുമ്പോൾ എത്ര 1 A1 ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 1 ആണ്, തേർഡ് ടേം 2 ആണ്, ഫോർത്ത് ടേം എത്ര 3 ആണ്, ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് സീക്വൻസ് പോകുന്നത്. അല്ലെങ്കിൽ ഫിബൊനാച്ചി സീക്വൻസ് ആണ് 1 + 1 2, 1 + 2 3, 2 + 3 5, അപ്പോൾ 3 + 5 8 അങ്ങനെയാണ് ഈ സീക്വൻസ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഓക്കേ. ഇനി നമുക്ക് അതിന്റെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ പാർട്ട് an+1 divided by an ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കേ. അതിൽ n ന് 5 കണ്ടീഷൻ ആണ്. ഓരോ കണ്ടീഷനിലും അപ്ലൈ ചെയ്യും. n 1 ആവുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. n 1 ആവുമ്പോൾ ഓക്കേ n = 1 എന്ന കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ എത്ര 1 + 2 എത്രയാണ് 1 + 1 എത്രയാണ് 2 divided by 1. അപ്പോൾ എത്ര a2 divided by a1. ഓക്കേ അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കേ അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതാം. അവർ പറഞ്ഞിരിക്കുന്നത് n 1 ആവുമ്പോൾ an+1 divided by n എന്നേ ഉള്ളൂ. എന്നേ ഉള്ളൂ. ഓക്കേ അങ്ങനെയാണ് എങ്കിൽ an+1 n ഒന്നല്ലേ ഇട്ട് കൊടുക്കാറുള്ളൂ. 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. a2 divided by a1. ഓക്കേ a2 എന്ന് പറയുന്നത് എത്രയാണ് 1 ആണ്. a1 എന്ന് പറയുന്നത് എത്രയാണ് 1 ആണ്. അപ്പോൾ എത്ര 1 1 എത്രയാണ് 1. അടുത്തത് n 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാണ് അവിടെ an+1 ആയി തന്നെയാണ് എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് an+1 divided by an എന്നാണ്. അതിൽ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. ഓക്കേ 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 ആണ്. അപ്പോൾ a3 divided by അടുത്ത എത്ര ഇട്ട് കൊടുക്കുക 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ a3 divided by a2. a3 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2. അടുത്ത a2 എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണെന്ന് അറിയാം. അപ്പോൾ 2/1 എത്രയാണ് 2. ഓക്കേ അടുത്തത് n എത്ര ഇട്ട് കൊടുക്കുക 3 ഇട്ട് കൊടുക്കുക. എങ്ങനെയാണ് 3 ഇട്ട് കൊടുക്കുമ്പോൾ നോക്കുക എത്ര an+1 divided by an എന്നാണ്. 3 ഇട്ട് കൊടുക്കുമ്പോൾ 3 + 1 4. അടുത്തത് താഴെ 3. ഓക്കേ a4 എന്ന് പറഞ്ഞാൽ 3 ആണ്. a3 എന്ന് പറഞ്ഞാൽ 2 ആണ്. ആൻസർ എത്രയാണ് 3/2. ഓക്കേ അടുത്തത് n = 4. n 4 ആകുമ്പോൾ n 4 ആകുമ്പോൾ എത്രയാണ് നോക്കാം. എത്ര അവിടെ an+1 divided by an ആ 4 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 5 a5 divided by എത്ര a6. ഓക്കേ എത്ര a4. ഓക്കേ a4 അങ്ങനെയാണ് എങ്കിൽ a5 നിങ്ങൾക്ക് അറിയാം നമുക്ക് എത്ര 5 എന്ന് കിട്ടിയിട്ടുണ്ട്. 5 divided by a4 നമുക്കറിയാം 3. അപ്പോൾ എത്ര 5/3. ഇനി 5 നമുക്ക് ഇട്ട് കൊടുക്കാം. n = 5. ഓക്കേ അപ്പോൾ n ന് 5 ഇട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടും നോക്കാം. 5 + 1 എത്ര 5 + 1 6. അപ്പോൾ an+1 divided by an a6 divided by a5. ഓക്കേ a6 ഇതാണ് 5 വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പോൾ 3 + 5 അടുത്ത എത്രയായിരിക്കും a6 എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും. അങ്ങനെ അങ്ങ് പോകും. ഓക്കേ 8 ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കേ അപ്പോൾ 8 divided by a5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5. ഓക്കേ a5 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. അപ്പോൾ 8/5. ഓക്കേ ഈ ടൈപ്പ് ചോദ്യം അങ്ങനെ ചോദിച്ചിട്ടില്ല. ഫിബൊനാച്ചി പണ്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫിബൊനാച്ചി സീക്വൻസ് ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അപ്പോൾ ആഡ് ചെയ്ത് എടുക്കുന്ന ആ സീക്വൻസ് ആണ് 0 1 2 0 1 1 ആണ് പോകുന്ന ഒരു സീക്വൻസ് ആണ്. 2 3 5 8 അതാണ് ഫിബൊനാച്ചി സീക്വൻസ്. അതാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ആ സീക്വൻസ് അങ്ങ് എഴുതി 1 1 2 3 5 8 അങ്ങനെ പോകുന്നു ആ സീക്വൻസ്. രണ്ടാമത്തേത് n ന് 1 2 3 4 5 കൊടുക്കുമ്പോൾ ഉള്ള an+1/an ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ n 1 കൊടുത്തപ്പോൾ കണ്ടുപിടിച്ചു, n 2 കൊടുത്തിട്ട് കണ്ടുപിടിച്ചു, 3 കൊടുത്തിട്ട് 4 കൊടുത്തിട്ട് 5 കൊടുത്തിട്ടുള്ള ഓരോ ടേം നമ്മൾ എന്ത് ചെയ്തു കണ്ടുപിടിച്ചു. ഓക്കേ ഇതാണ് നമ്മുടെ ഈ പാഠത്തിന്റെ തുടക്കത്തിലുള്ള കാര്യം. എന്താണ് സീക്വൻസ് എന്നും എന്താണ് ടേംസ്, എന്താണ് ജനറൽ ടേം, എന്താണ് സീരീസ്, എന്താണ് ഫിബൊനാച്ചി സീക്വൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യ പോർഷനിൽ പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് n ടേം തന്നിട്ട് നമ്മൾ ഓരോ ടേം കണ്ടുപിടിക്കുന്നു. കുറച്ച് സീരീസ് എഴുതാനും ഇതിനൊക്കെയുള്ള ചില ക്വസ്റ്റ്യൻസും ആണ് ആദ്യ പോർഷനിൽ, അതായത് എക്സസൈസ് 9.1 ഉള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇനി നമുക്ക്
നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അഥവാ അരിത്തമാറ്റിക് സീക്വൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഈ ചാപ്റ്റർ ബേസ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. അപ്പൊ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ നമ്മുടെ 10ാം ക്ലാസ്സിലെ CBSE ആയാലും സ്റ്റേറ്റ് ആയാലും ഇങ്ങനെ ഒരു ചാപ്റ്റർ നമ്മൾ അവിടെ അരിത്തമാറ്റിക് സീക്വൻസിനോ പ്രോഗ്രഷനോ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എന്താണ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് നമ്മൾ പറയുന്നേ ഉള്ളൂ. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സീക്വൻസ് തന്നെയാണ്, അതൊരു നമ്പർ സീക്വൻസ് തന്നെയാണ്. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആണ്. ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറോ നെഗറ്റീവ് നമ്പറോ ഏത് നമ്പർ വേണമെങ്കിലും റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. പക്ഷെ അതൊരു ഫിക്സഡ് നമ്പർ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസിനെ നമുക്ക് എന്ത് പറയാം, അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഉദാഹരണം നമുക്ക് ഫസ്റ്റ് ടേം അപ്പൊ a ആണ് എങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള നമ്പർ, ആ ഫിക്സഡ് നമ്പറിനെ നമുക്ക് കോമൺ ഡിഫറൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കേ, ആ ഫിക്സഡ് നമ്പർ എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്തു പോകും. a + d, a + 2d, a + 3d, a + 4d അങ്ങനെ എക്സെട്ര എന്ത് ചെയ്യും, നമ്മൾ എഴുതി എന്ത് ചെയ്യും പോകും. അതായത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫിക്സഡ് നമ്പർ എഴുതി ആഡ് ചെയ്യും. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോ ഒരുപാട് സീക്വൻസുകളൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് 1, 5, 9, 13 ഇങ്ങനെ പോകുന്നു. ഓക്കെ, എന്ന് പറയേണ്ട ആവശ്യം നമുക്ക് തന്നെ ഇല്ല. കാരണം നമ്മൾ ഒരുപാട് സീക്വൻസുകളും അതിന്റെ ടേംസും ഒക്കെ നമ്മൾ ആൽജിബ്ര എക്സ്പ്രഷൻ ഒക്കെ എഴുതി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ സീക്വൻസിന് 4 വീതം ഒന്നിന്റെ കൂടെ 4 ആഡ് ചെയ്യുന്നു. ഒന്നിന്റെ കൂടെ 4 ആഡ് ചെയ്ത് 5, 5ന്റെ കൂടെ 4 ആഡ് ചെയ്ത് 9, 9ന്റെ കൂടെ 4 ആഡ് ചെയ്ത് 13 അങ്ങനെ പോകുന്നു. അതായത് ഇതിനകത്തുള്ള ഈ സീക്വൻസിലുള്ള ഓരോ നമ്പേഴ്സിനെയും ടേംസ് എന്നാണ് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞു. അപ്പൊ ഫിക്സഡ് നമ്പർ ആണ് ആഡ് ചെയ്ത് പോകുന്നത്. സീക്വൻസ് തുടങ്ങുന്നതാണ് ഫസ്റ്റ് ഒരു ടേമിലാണ് ഒരു സീക്വൻസ് തുടങ്ങുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ സീക്വൻസുമായി ബന്ധപ്പെട്ട് ചില നൊട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നൊട്ടേഷൻസ്, ഓക്കെ, notations used in AP. Okay, അരിത്തമാറ്റിക് സീക്വൻസിലെ ചില നൊട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒരു സീക്വൻസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ടേമിലായിരിക്കും ആ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ആ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ലെറ്റർ സ്മോൾ ലെറ്റർ a. അപ്പൊ സ്മോൾ ലെറ്റർ a നമ്മൾ ചില 10ാം ക്ലാസ്സിലൊക്കെ വേറെ ഏതെങ്കിലും ലെറ്റർ ഉണ്ട് f ഒക്കെ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്തായാലും a എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ അതാണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ a എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നതാണ്. a എന്ന് പറയുന്നതാണ് ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ സീക്വൻസ് ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞെങ്കിൽ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം a എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. അടുത്തത് രണ്ടാമത്തെ എന്ന് പറയുന്ന l. ഓക്കേ, L എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം. ഓക്കേ, സീക്വൻസ് അവസാനിക്കുന്നതാണ് ആ ലാസ്റ്റ് ടേം. ഇതെങ്ങനെയാ, a ഫസ്റ്റ് ടേം, a + d, a + 2d, a + 3d, a + 4d അങ്ങനെ പോയി a + n - 1 * d എന്നതാണ് അവസാനിക്കുന്നത്. ഓക്കേ, അതാണ് ഏറ്റവും അവസാനം ജനറൽ ടേം എന്ന് പറയുന്നത്. നമ്മൾ nth ടേം എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കേ, ഇനി അടുത്തത് d എന്ന് പറയുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം കോമൺ ഡിഫറൻസ്. എന്ത് വിളിക്കാം, കോമൺ ഡിഫറൻസ് എന്നാണ് വിളിക്കുന്നത്. എന്ത് വിളിക്കാം, കോമൺ ഡിഫറൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊരു ഫിക്സഡ് നമ്പർ ആണ് ആഡ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് ടേമിന്റെ കൂടെ ഇവിടെ ഇപ്പോ 5 ന്ന് 1 മൈനസ് ചെയ്താൽ 4, 9 ന്ന് 5 മൈനസ് ചെയ്താൽ 4, 13 ന്ന് 9 മൈനസ് ചെയ്താൽ 4. ഒരു ഫിക്സഡ് നമ്പർ ആണ്. ഏത് നമ്പർ ആണോ ആഡ് ചെയ്ത് പോകുന്നത് ആ ഫിക്സഡ് നമ്പർ, അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഏത് റിയൽ നമ്പർ ഉള്ളോ ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ആ സീക്വൻസിനെ എന്ന് വിളിക്കുന്നത് ആ കോമൺ ഡിഫറൻസ്. അതിനെ സ്മോൾ ലെറ്റർ d കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കേ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ലെറ്റർ an എന്ന് പറയുന്നത് നമുക്ക് nth ടേം. ഓക്കേ, nth ടേം. ഓക്കേ, an എന്ന് പറയുന്നത് nth ടേം എന്ന് പറയുന്നത്. ഓക്കേ, an എന്ന് പറയുന്നത് nth ടേം. അടുത്ത n എന്ന് പറയുന്ന ലെറ്റർ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേം. ഓക്കേ, എത്ര ടേം ഉണ്ട് നമുക്ക് ആ സീക്വൻസിലുള്ള നമ്പർ ഓഫ് ടേം. ഓക്കേ, നമ്പർ ഓഫ് ടേം നമ്മൾ പഠിച്ചതാണ്. ഒരു സീക്വൻസിൽ എത്ര ടേം ഉണ്ടെന്ന് നോക്കുക. അത് ചിലപ്പോ 10, 100, 1000 ഒക്കെ ആവാം. ആ സീക്വൻസിൽ എത്ര ടേം ഉണ്ടെന്ന് അതിനെയാണ് n സ്മോൾ ലെറ്റർ n. n എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ജനറൽ ടേം അല്ലെങ്കിൽ nth ടേം. ഓക്കേ, നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് x എന്നൊക്കെ ഉപയോഗിച്ച് പഠിച്ചു. ഇവിടെ ഫസ്റ്റ് ടേം a ആയതുകൊണ്ട് നമ്മൾ a എന്ന് തന്നെ എടുക്കുന്നു. ഓക്കേ, ഏറ്റവും അവസാനത്തെ ഒരു എന്ന് പറയുന്നത് s എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് n ടേം. സം ഓഫ്
ഫസ്റ്റ് n ടേം. ഓക്കേ, ആദ്യ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ഓക്കേ, ഇത്രയും നൊട്ടേഷൻസ് ആണ് പ്രധാനമായിട്ടും ടേംസുകൾ. ഈ പറയുന്ന ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യാ കണക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന ചില ടേംസ് ആണ്. എല്ലാം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. സ്മോൾ ലെറ്റർ a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. l എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ n എന്ന് പറയുന്ന സീക്വൻസിന്റെ ലാസ്റ്റ് ടേം ആണ്. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. a n എന്ന് പറയുന്നത് nth ടേം ആണ്. ഓക്കേ, ജനറൽ ടേം ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് a n ആണ്. സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേം ആണ്. sn എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫസ്റ്റ് n ടേം, ആദ്യത്തെ n പദങ്ങളുടെ തുകയാണ് sn എന്ന് പറയുന്നത്. ഓക്കേ, അതാണ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ. ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തു പോകുന്ന സീക്വൻസ് ആണ് അരിത്തമാറ്റിക് സീക്വൻസ്. ആ ഫിക്സഡ് നമ്പർ ആണ് കോമൺ ഡിഫറൻസ്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഫിക്സഡ് നമ്പർ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കേ, അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് കുറച്ച് ഇക്വേഷൻസ് കൂടി പഠിക്കാം. അരിത്തമാറ്റിക് സീക്വൻസിന്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, പഠിക്കണം. കണക്ട് ചെയ്യാനായിട്ട് ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. അടുത്തതായിട്ട് അരിത്തമാറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം പ്രോബ്ലംസ് ചെയ്യാൻ. നോക്കാം. നമുക്ക് എല്ലാം മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ nth term of the sequence. Okay, nth term. Okay, nth term of AP. Okay, ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് an is equal to a plus n minus 1 into d. Okay, ഇതാണ് ഇക്വേഷൻ. a plus n minus 1 into d എന്ന് പറയുന്നത്. Okay, അതാണ് വളരെ ഇമ്പോർട്ടന്റ് nth ടേം. നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ 10ാം ക്ലാസ്സിലൊക്കെ dn plus f minus d എന്ന ഇക്വേഷൻ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കേ, അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഏതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഏതാണ്? dn plus an is equal to dn plus a minus d. ഓക്കേ, അവിടെ നമ്മൾ ചിലപ്പോൾ f എന്നായിരിക്കും പഠിച്ചിട്ടുള്ളത്. ആ f ന് പകരം ഫസ്റ്റ് ടേം ആയിട്ട് നമ്മൾ a ആണ് എടുക്കുന്നത്. ഓക്കേ, dn plus d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. n എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണ്? ഇതിനകത്ത് നമ്മൾ കൂടുതൽ a plus n minus 1 into d എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റിനകത്തുള്ള ഇക്വേഷൻ. അത് വേണം നമ്മൾ ഫോളോ ചെയ്ത് പോകാൻ. ഓക്കേ, അടുത്തതെന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് n ടേം. സം ഓഫ് ഫസ്റ്റ് n ടേം. ഫസ്റ്റ് n ടേം. ഓക്കേ, ആദ്യത്തെ n പദങ്ങളുടെ സം എന്ന് പറയുന്നത്. ഓക്കേ, ഈ സീക്വൻസിന്റെ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. sn is equal to n by 2 into 2a plus n minus 1 into d. Okay, വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. n by 2 into 2a plus 1 into d എന്ന് പറയുന്നത്. Okay, n by 2 into 2a plus n minus 1 into d എന്ന് പറയുന്ന ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് sn is equal to n by 2 into a plus l. Okay, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. n by 2 into a plus l. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, l എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം. നമ്മൾ ചിലപ്പോൾ n by 2 into ഫസ്റ്റ് ടേം plus ലാസ്റ്റ് ടേം എന്നോ n by 2 into a plus a എന്നോ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സം ഓഫ് ഫസ്റ്റ് nth ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. രണ്ട് ഇക്വേഷൻ ഉണ്ട്. sn is equal to n by 2 into 2a plus n minus 1 into d യും sn is equal to n by 2 into a plus l. ഈ രണ്ട് ഇക്വേഷൻ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് സം ഓഫ് ഫസ്റ്റ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്തത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് നമ്പർ ഓഫ് ടേം. ഓക്കേ, നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാനുള്ള പദങ്ങളുടെ എണ്ണം. നമ്പർ ഓഫ് ടേം. ഓക്കേ, പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് സീക്വൻസിന്റെ നമ്പർ ഓഫ് ടേം n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ an minus a divided by d plus 1. ഓക്കേ, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആണ് ഇങ്ങനെയും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലാസ്റ്റ് ടേം. അതാണ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ലാസ്റ്റ് ടേം മൈനസ് first term whole divided by common difference plus 1. Okay, common difference plus 1. ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കേ, ഇത് ലാസ്റ്റ് ടേമിൽ വരാണ് a എന്ന് പറയുന്നത്. ഓക്കേ, nth ടേം മൈനസ് ഫസ്റ്റ് ടേമിൽ വരാണ് a, d ക്ക് പകരം കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്ന് പറയുന്നത്. ഓക്കേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ഇക്വേഷൻ. നമ്മൾ മിക്കവാറും കണക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ വേണം. nth ടേമിൽ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് a is equal to a plus n minus 1 into d. അടുത്ത സം ഓഫ് ഫസ്റ്റ് nth ടേം ആണ് n by 2 into 2a plus n minus 1 into d. അല്ലെങ്കിൽ sn is equal to n by 2 into a plus
a plus l l എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം ആണ് a എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആണ് കുറച്ച് മുമ്പ് നമ്മൾ അതെല്ലാം എഴുതിയതാണ് നൊട്ടേഷൻസ് അപ്പോൾ നമ്പർ ഓഫ് ടേം പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് n an a divided by d plus 1 അതായത് ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ഓക്കേ വളരെ ഇമ്പോർട്ടന്റ് ആണ് അരിത്തമാറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട ഇത്രയും ഇക്വേഷൻസ് ഓക്കേ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എൻസിആർടി ടെക്സ്റ്റ് ബുക്കിലെ എക്സർസൈസ് 9.1 മായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫിബൊനാച്ചി സീക്വൻസിനെ പറ്റി പറഞ്ഞു അതിന്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രധാനമായി ഈ പാഠത്തിലോട്ട് കടന്നു വന്നിരിക്കുന്നു അതാണ് നമ്മൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ നമ്മൾ ഈ പാഠത്തിൽ സ്റ്റാർട്ട് ചെയ്തു എന്താണ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസ് നൊട്ടേഷൻസ് നമ്മൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് പഠിച്ചു ഓക്കേ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്കുകൾ ചെയ്യും അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം ഓക്കേ ശരി